എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് മഴ പെയ്താൽ മതി, അപ്പോഴേക്ക് ലീവാ പിള്ളേർക്ക്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എത്ര മഴയാണെങ്കിലും ഒരവധി പോലും കിട്ടിയിട്ടില്ല. എന്താ സജീവ, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മഴയുടെ കാര്യത്തെപ്പറ്റി പറയായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ കാരണം ഒരു ലീവ് പോലും കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എപ്പോഴും ലീവല്ലേ മഴ എന്ന് പറഞ്ഞിട്ട്. സജീവൻ പറഞ്ഞത് ശരിയാ. ഒന്ന് ചെറുതായിട്ട് മഴ പെയ്താൽ മതി, അപ്പം തന്നെ ലീവും പ്രഖ്യാപിക്കും. അപ്പുമോൻ ഇതുവരെ എണീറ്റില്ലേ? അവനെ കാണുന്നില്ലല്ലോ, എവിടെ അവൻ? അവന്റെ കാര്യമൊന്നും പറയണ്ട. 7ാം ക്ലാസ്സിലെത്തി. എന്നിട്ട് അവൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പഠിക്കണം എന്നൊരു വിചാരമേ ഇല്ല അവന്. സജീവൻ കൊച്ചിനെ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ചെറുതിലെ തൊട്ടേ കൂടെ ഇരുന്ന് വായിപ്പിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അമ്മയില്ലാത്ത കൊച്ചല്ലേ. എനിക്ക് അവന്റെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട്. ഇവൻ ഇങ്ങനെ പോയാൽ അവൻ എവിടെ എത്താൻ പോകുന്നില്ല. പഠിക്കാതെ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാനാ അവൻ? അവൻ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവ് അറിയിക്കാതല്ലേ നമ്മൾ അവനെ വളർത്തുന്നത്. എന്നിട്ട് അവന് പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കണ്ട. അമ്മയില്ലാത്ത കൊച്ചാണെങ്കിലും അവനെന്നെ പറ്റുന്ന പോലെ എല്ലാം നോക്കിയിട്ടുണ്ട്. ഇപ്പൊ മിനിയുണ്ട്, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മിനിയോടെങ്കിലും പറഞ്ഞൂടെ? പിന്നെ സജീവ, കഴിഞ്ഞ ദിവസം അവനവന്റെ ടെസ്റ്റ് പേപ്പർ എന്നെ കാണിച്ചായിരുന്നു. 28 മാർക്കേ ഉള്ളൂ. ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ. ശാലിനി ചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചായിരുന്നു. അർപ്പിത് മോന്റെ മാർക്ക് കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. വല്ലാത്ത മാർക്ക് തന്നെ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ട്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ല ദൂരാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഞാനും അത് കേട്ടായിരുന്നു. പാവം കുട്ടി. അതിനൊക്കെ എങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നേ? ഒന്നുമില്ലെങ്കിലും അച്ഛനമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ. ആ സൗമ്യ ടീച്ചറിന്റെ കാര്യം കഷ്ടം തന്നെ. ദേ, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും സൗമ്യ ടീച്ചർ വന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ശില്പ ആൻഡ് സുസ്മിത. ടീച്ചറുടെ ഹസ്ബൻഡിന്റെ അമ്മ ജയിലിലായെന്നൊക്കെ വാർത്ത കേട്ടു. അതൊക്കെ സത്യം തന്നെയാണോ ടീച്ചർ? എന്ത് പറയാനാ മോളെ, ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട്. അവരെന്നെയും കുറേ തരത്തിൽ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ ആ കുട്ടീനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. അവരുടെ സ്വഭാവം ഭയങ്കര മോശമാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, കല്യാണം കഴിക്കുമ്പോൾ പാർട്ട്ണറിനെ മാത്രം നോക്കിയാൽ പോരാ, അയാളുടെ ബാക്ക്ഗ്രൗണ്ടും നല്ല പോലെ നോക്കണം. ഞങ്ങളിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല മാം. ഞങ്ങളിപ്പോൾ ഒരു ജോലി കിട്ടുന്നതിനുള്ള വഴികൾ നോക്കുക. പെൺകുട്ടികളായാലും നിങ്ങളെപ്പോലെ നല്ല ബോൾഡ് ആയിരിക്കണം. കല്യാണം, ക്രാഷ് അതിന്റെ പുറകെ പോകാതെ സ്വന്തം ഡ്രീംസിന് വേണ്ടി പോകണം. വെരി ഗുഡ് മക്കളെ, എനിക്ക് സ്കൂളിലേക്ക് പോകാൻ സമയമായി. പിന്നെ കാണാം, ബൈ. രണ്ടുപേരും സമയം കിട്ടുമ്പം എൻ്റെ വീട്ടിലേക്കൊന്ന് വാ, അപ്പൊ കാണാലോ. എന്ത് നല്ല ടീച്ചറല്ലേ സൗമ്യ ടീച്ചർ. സൗമ്യ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഭാഗ്യം. എനിക്ക് വിശക്കുന്നടി, നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. ഒന്നുമില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ച കുട്ടികളല്ലേ, അതിന്റെ ഗുണം അവരെ കാണിക്കാതിരിക്കുവോ? എന്ത് നല്ല മക്കളാ അവര്. സോമയ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. എന്താ രമേശി കാണിക്കുന്നേ? എനിക്ക് സ്കൂളിലേക്ക് പോകണം. നീ ഒന്ന് മാറി നിൽക്ക്, എന്റെ സമയം കളയാതെ. ഇല്ല സോമയ, എനിക്ക് പറയാനുള്ളത് നീ കേട്ടിട്ട് പോയാ മതി, അല്ലാതെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. രമേശ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് സ്കൂളിലേക്ക് പോകാൻ സമയമായി. അതുമല്ല, ഇവിടുത്തെ ആൾക്കാർ അത്ര നല്ലവരല്ല. അവര് നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും. എനിക്കറിയാം സോമയ, നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നീ എന്റെ കൂടെ വരൂ, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. രമേശ്, ഞാനിന്ന് ഒരാളുടെ ഭാര്യയാണ്. എനിക്ക് അയാളും അയാളുടെ കുടുംബവുമാണ് വലുത്. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പരിപാടി സൗമ്യ? സ്കൂളിലേക്കാന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഇവനോട് നിന്ന് വർത്താനം പറയുന്നു. ഇനി ഒരിക്കലും നീ എന്റെ ഭാര്യയോട് മിണ്ടരുത്. നിങ്ങൾ തമ്മിൽ മിണ്ടുന്നത് കണ്ടാൽ എന്റെ സ്വഭാവം മാറും. നീ എന്തിനാണ് സോമയ ഇത്ര കഷ്ടപ്പെട്ട് ഈ പഴഞ്ചൻ ആൾക്കാരുടെ കൂടെയൊക്കെ ജീവിക്കുന്നത്? വരൂ എന്റെ കൂടെ, നല്ല ജീവിതം ജീവിക്കൂ. ഞാൻ നിന്നോടാടാ പറഞ്ഞ എന്റെ ഭാര്യയോട് മിണ്ടരുതെന്ന്. പിന്നെ നീ എന്തിനാ മിണ്ടുന്നത്? ഇക്ക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ രമേശ് വഴിയിൽ കയറി നിന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഇപ്പൊ സ്കൂളിലേക്ക് പോയിക്കോ. വൈകിട്ട് എന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ വരാൻ പോന്നെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നിനക്കൊന്നും നാണമില്ലടാ കണ്ടവന്മാരുടെ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഒലിപ്പിക്കാൻ. നീ നോക്കിക്കോ സോമ്യ, ഒരു ദിവസം നീ എന്റെ അടുത്തേക്ക് തന്നെ വരും. മോനെ, ചോറ് മുഴുവൻ കഴിക്കണേ, ഒന്നും കളയല്ലേ. ആന്റി രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ കേട്ടോ. ഇല്ല ആന്റി, ഞാനൊന്നും കളയില്ല. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിരിയാണിയല്ലേ ആന്റി ഉണ്ടാക്കിയേ. ആന്റി എന്നാ പോട്ടെ മോനെ. മോനിന് ഒറ്റയ്ക്ക് പോയിക്കോളൂല്ലേ? കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ബായ്. ബെല്ലടിക്കാൻ ഇനി സമയമുണ്ട്. വെറുതെ എന്തിനാ നേരത്തെ പോന്നേ? ഒന്നും ചെയ്യാനില്ലല്ലോ. എടാ മോനെ. എന്താ ചേട്ടാ, എന്തിനാ വിളിച്ചേ? അതെ മോനെ, ഇവിടെ അടുത്ത് ഏതാ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്? നല്ല സൂപ്പർ മാർക്കറ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എപ്പോഴും പോകാറുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിയില്ല, ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ വാ. ഇതാണ് പറ്റിയ അവസരം. ചെക്കന് ഇപ്പൊ തന്നെ ബോധം കെടുത്തണം. സാർ, ചെക്കനെ ബോധം കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇവനെ പഴയ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്. ചെക്കന്റെ വായില് ടേപ്പ് പൊട്ടിച്ചേക്ക്, അല്ലെങ്കിൽ കിടന്ന് കാറ് എണീക്കുമ്പോ. സജീവനും സുമയും ഒന്നും കാണാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് ഈ രമേശിന്.